ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ കബീർദാസിൻ്റെ ദോഹയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ദോഹയുടെ മീനിങ് പറയുന്നതിന് മുൻപായിട്ട് കബീർദാസിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഭക്തി കാൽ കെ നിർഗുൺ സന്ത് കവിയോ മേ പ്രമുഖ്. കബീർദാസ് എന്ന് പറയുന്നത് നിർഗുൺ സന്ത് കവിയോ മേ പ്രമുഖാണ്. അതായത് നിർഗുൺ സന്ത് കവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില കവികൾ ഒരു പ്രത്യേക ദൈവത്തെ ആരാധിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു രൂപത്തെ ആരാധിക്കുന്നവരാണ്. പക്ഷെ ഈ നിർഗുൺ സന്ത് കവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു രൂപത്തിനല്ല ആരാധിക്കുന്നത്, ദൈവം എന്ന് പറയുന്ന ഒരു സുപ്രീം പവറിനെയാണ്. അപ്പോൾ അത്തരം ഒരു കവിയാണ് കബീർദാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനവും അതുപോലെ തന്നെ ജനിച്ച വർഷവും 1397 ഈ കാശിയാണെന്നാണ് കരുതപ്പെടുന്നത്. അനുമാൻ മാത്രമാണ് കരുതപ്പെടുന്നത് എന്നാണ് പറയുന്നത്. മൃത്യു മെഘറില് 1518 നടന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇനിയുള്ള കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മാതാ പിത, അമ്മയുടെ അച്ഛൻ്റെയും പേര് നീരു, അതുപോലെ തന്നെ നീമ. ജുലാഹെ ദമ്പതി, ജുലാഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീവേഴ്സ് ആണ്, നെയ്ത്തുകാരില്ലേ. നീരു അതുപോലെ തന്നെ നീമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പിളിൻ്റെ പുത്രനാണ് കബീർദാസ്. ഗുരു, അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് രാമാനന്ദ് എന്നാണ്. പത്നിയുടെ പേര് ലോയി. പുത്ര ഏവം പുത്രി, അപ്പൊ മകന്റെ പേര് കമാൽ എന്നും അതുപോലെ തന്നെ മകളുടെ പേര് കമാലി എന്നുമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയ രചനകളാണ് പറയുന്നത്. ബീജക്, ബീജകിന് 3 ഭാഗമാണുള്ളത്. സാഖി, സബദ്, രമാനി. മാനാ ജാത്ത ഹെ കി കബീർ അൻപഡ് ഥേ. അപ്പോൾ കബീർദാസ് വിദ്യാഭ്യാസമുള്ള ഒരാളല്ല എന്നാണ് കരുതപ്പെടുന്നത്. ഉൻകി ശിഷ്യ ധർമ്മദാസ് നെ ഉൻകി രചനാവും കാ സങ്കലൻ കിയാ ഥ. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള എന്താണ് പേര്? ധർമ്മദാസ്. ധർമ്മദാസ് ആണ് ഈ രചനകളെല്ലാം കൂടിയിട്ട് സങ്കലൻ കർണ എന്ന് വെച്ചാൽ കമ്പൈൽ ചെയ്തെടുത്തത്. ഭാഷ, ഇനി നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലും കബീർദാസിന്റെ ദോഹ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം പൊതുവെ കുട്ടികൾക്ക് പഠിക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ഭാഗങ്ങളാണ് ഈ ദോഹ എന്ന് പറയുന്നത്. കാരണം ആ ലാംഗ്വേജ് കുറച്ച് കോംപ്ലക്സ് ആണ്. പ്രത്യേകിച്ച് കബീർദാസിന്റെ ദോഹകൾ കോംപ്ലക്സ് ആവാനുള്ള കാരണം, അല്ലെങ്കിൽ ആ ഭാഷ വായിക്കുമ്പോൾ മനസ്സിലാവാതിരിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഘുമക്കട്ട് പ്രവൃത്തി കെ കാരണം ഉൻകി ഭാഷ മേ ഭോജ്പുരി, അവധി, ബ്രജ് और खड़ी बोली का मिश्रण है, जिसे सदुक्कड़ी भाषा या खिचड़ी भाषा कहते हैं. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോകുന്ന ഒരാളായിരുന്നു, എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഗുമക്കട്ട് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതാണ്, ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം ഇല്ലിറ്ററേറ്റ് ആണെന്ന് പറയുകയും ചെയ്തു, അൺപഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പം പല സ്ഥലങ്ങളിലെ ഭാഷ, അതായത് ഭോജ്പുരി, അവധി, ബ്രജ്, അതുപോലെ തന്നെ ഖടി ബോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയുടെ പ്രോപ്പർ ആയിട്ടുള്ള അച്ചടി ഭാഷ എന്നറിയില്ലേ നമ്മൾ, ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം അതിനൊരു ഖിച്ചടി ഭാഷ എന്ന് പറയാറുണ്ട്, ഇതെല്ലാം കൂടെ ഒരു മിക്സ് ആയതുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ഭാഷയിലാണ് ദോഹ രചിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സദുക്കടി ഭാഷ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, കബീർദാസിന്റെ ഭാഷേനെ എന്തുകൊണ്ടാണ് ഖിച്ചടി ഭാഷ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം. അദ്ദേഹം ഘുമക്കട്ട് പ്രവൃത്തിയിൽ എൻഗേജ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഈ ഭോജ്പുരി, അവധി, ബ്രജ്, അതുപോലെ തന്നെ ഖടി ബോലിയുടെ ഒരു മിശ്രണമാണ് അദ്ദേഹം എഴുതുന്ന ആ ഒരു ഭാഷ. അതുകൊണ്ടാണ് അതിനെ ഖിച്ചടി ഭാഷ എന്ന് പറയുന്നത്. അത് സദുക്കടി ഭാഷ എന്നും കൂടെ അറിയപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ചോദിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഈ ദോഹ എന്ന് പറയുന്നത് മലയാളത്തിലൊക്കെ ഈരടികൾ എന്ന് പറയില്ലേ, 2 വരി കവിതകൾ, അങ്ങനെ ഉള്ളതിനെയാണ് ഹിന്ദിയിലെ ദോഹ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 2 ദോഹയാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിന്ദക് നിയരെ രാഖിയെ ആംഗൻ കുട്ടി ഛവായ് बिन पानी साबुन बिना निर्मल करे सुभाई.
അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിന്ദക് നിയരെ രഖിയെ നിർമ്മൽ കരേ സുഭായ്. ആ ഒരു ദോഹയുടെ ശബ്ദാർത്ഥം നിന്ദക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ദ കർണേ വാലെ. നിന്ദ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുകയോ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുക, അവരെ താഴ്ത്തിക്കെട്ടി കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണേനെ നിന്ദ എന്ന് പറയാം നമുക്ക്. നിയരെ എന്ന് വെച്ചാൽ പാസ്, അടുത്ത്, സുഭായ് സ്വഭാവം. അപ്പോൾ ഇനി മൊത്തത്തിൽ ആ दोहेड़ा अर्थ എന്താന്ന് വെച്ചാൽ कबीरदास जी कहते हैं कि जो आपकी निंदा करते हैं उनको हमेशा अपने पास रखें. കബീർദാസ് പറയുന്നത് ആരാണോ നിങ്ങളോട് വെറുപ്പ് ഇഷ്ടക്കേടെല്ലാം കാണിക്കുന്നത്, നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ആളുകളെ എപ്പോഴും അപ്നെ പാസ് രഖേ, അവരെ എപ്പോഴും നമ്മളെ ക്ലോസ് ആയിട്ട് വെക്കണം. ക്യോങ്കി വേ ലോഗ് ആപ്കെ ദോഷോ കോ ആപ്കെ സാമനെ രഖ്തേ ഹൈ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് നിങ്ങളുടെ ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങളുടെ കുറ്റങ്ങളെ കുറവുകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ജിനെ ठीक करके आप सदैव उन्नति की ओर अग्रसर होंगे. അപ്പോൾ അങ്ങനെ അവർ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും അത് നമുക്ക് ഉണ്ടോയെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി കഴിഞ്ഞാൽ ജിനെ ठीक करके അത് തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സദൈവ് ഉന്നതി की ഓർ അഗ്രസർ ഹോങ്കെ, നമുക്ക് എപ്പോഴും ഉന്നതി ഉയർച്ചയിലേക്ക് അഗ്രസർ ഹോന എന്ന് വെച്ചാൽ മുന്നേറുക എന്നാണ്, മുന്നേറാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്ന, ചിലപ്പോൾ എന്നല്ല, ഇങ്ങനെ നമ്മളോട് ഇഷ്ടക്കേടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളെ വെറുക്കുന്ന ആളുകൾ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല. നമ്മളൊന്ന് ഇൻസൾട്ട് ചെയ്ത് ഒന്ന് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷം കിട്ടുന്നുള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ അവര് ചൂണ്ടിക്കാണിക്കുന്ന ആ തെറ്റുകൾ നമ്മൾക്കുണ്ടോയെന്ന് നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉന്നമനം ഉറപ്പാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തെ ദോഹയുടെ മീനിങ് നോക്കുകയാണെങ്കിൽ ऐसी वाणी बोलिए मन का आपा खोए औरन को शीतल करे आपहु शीतल होए. അപ്പോൾ ആ ഒരു ദോഹയിലെ ആപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാർ, ആപ്പഹു എന്ന് വെച്ചാൽ അപ്നെ ആപ്പ് സ്വയം. അപ്പോൾ व्याख्या कबीरदास जी कहते हैं कि हमें दूसरों के प्रति कठोर वाणी का प्रयोग नहीं करना चाहिए. അപ്പോൾ കബീർദാസ് ജി പറയുന്നത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പ്രതി മോശമായിട്ട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കാനായിട്ട് കഠോരമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അങ്ങനെ നമ്മൾ ചെയ്യരുത്. ഹമേഷ ऐसी वाणी बोलनी चाहिए जो दूसरों को सुख पहुंचाए. എപ്പോഴും മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഓർ അപ്നെ മൻ മേ ഭി ശാന്തി ലായേ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും സന്തോഷം കിട്ടുന്നതായിരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നമ്മളുടെ മനസ്സിന് ഒരു ശാന്തി സമാധാനം കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ എപ്പോഴും പറയുന്നത്. നമുക്കോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് ആ ഒരു ദോഹയുടെ മീനിങ്. അപ്പം നിങ്ങൾക്ക് ഈ ദോഹ വായിക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ വ്യാഖ്യയും ദോഹയും കൂടി കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മീനിങ് മനസ്സിലാവും. പിന്നെ എക്സാമിനായാലും ഇങ്ങനെ ഈ ദോഹ തന്നിട്ട് ഇതിൻ്റെ വ്യാഖ്യ എഴുതാനാണ് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി വ്യാഖ്യ അറിയാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേർഡ് ബൈ വേർഡ് മീനിങ് ഒക്കെ നമുക്ക് അറിഞ്ഞിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത് പ്രോപ്പറായിട്ട് ഹിന്ദി അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. കുറച്ച് ഡിലേക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ മുൻപത്തെ വീഡിയോസിൽ കേട്ടിട്ടുള്ള അത്ര ഒരു ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്ര നല്ലൊരു ഫ്ലോ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവണം എന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം സോറി അബൌട്ട് ദാറ്റ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.